ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ്. ദ ഡോട്ട് എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? വായിച്ച് നോക്കാം അല്ലേ. ദ ഡോട്ട്. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ഹു ബിലീവ്ഡ് ദാറ്റ് ഷി കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. അപ്പോൾ ആരെക്കുറിച്ചുള്ള സ്റ്റോറിയാണ്? ഒരു യങ് ഗേൾ അല്ലേ. അപ്പോൾ അവൾ എന്താ വിശ്വസിച്ചിരുന്നത്? ഹു ബിലീവ് ദാറ്റ് ഷി കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. അവൾ വിശ്വസിച്ചിരുന്നത് എന്താണ്? അവൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയുകയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു യങ് ഗേളിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഡു യു തിങ്ക് ഷി ക്യാൻ ഡ്രോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവൾക്ക് വരയ്ക്കാൻ കഴിയുമോ എന്ന്? ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ഫസ്റ്റ് നോക്കൂ, ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഒരു പിക്ചർ സ്റ്റോറിയാണ് അല്ലേ. The art class was over, but Vashti sat glued to her chair. Her paper was blank. എന്താണ്? ഇസ് ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ അല്ലേ. ആർട്ട് ക്ലാസ് എന്താണ്? കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ബട്ട് വഷ്ടി സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. പക്ഷേ വഷ്ടി എന്ത് ചെയ്യായിരുന്നു? സാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് അല്ലേ. സാറ്റ് മീൻസ് ഇരിക്കുക, ഇരുന്നു എന്ന മീനിങ് ആണ്. അപ്പോൾ സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. അവൾ എന്ത് ചെയ്യാണ്? അവളുടെ സീറ്റിൽ തന്നെ എന്ത് ചെയ്യാണ്? ഇരിക്കുകയായിരുന്നു അല്ലേ. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. അവളുടെ പേപ്പർ എങ്ങനെയായിരുന്നു? ഒന്നും വരച്ചിട്ടില്ല അല്ലേ. അതായത് അത് ബ്ലാങ്ക് ആയിരുന്നു. ദെൻ സെക്കൻഡ് നോക്കൂ. വഷ്ടി ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. A polar bear in snowstorm. She said, very funny. I just can't draw, said Vashti. അപ്പോൾ എന്താണ്? നോക്കൂ, നെക്സ്റ്റ് പിക്ചർ. ടീച്ചർ ചിത്രത്തിലേക്ക്, അതായത് ബ്ലാങ്ക് ആയ പേപ്പറിലേക്ക് നോക്കി ചോദിക്കുകയാണല്ലേ. എന്താണ്? വഷ്ടി ടീച്ചർ ലേൺ ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. അവളുടെ ടീച്ചർ അവളോട് ഇങ്ങനെ പറയുകയാണല്ലേ. ഹോ എ പോളാർ ബെയർ ഇൻ സ്റ്റോസോം ഷീ സ്റ്റാഡ്. എന്താണ്? കൊടുങ്കാറ്റിൽ അകപ്പെട്ടൊരു പോളാർ കരയുടെ ചിത്രമാണ് വരയ്ക്കേണ്ടതെന്ന്. ഷീ സാഡ് വെരി ഫണ്ണി. ഐ ജസ്റ്റ് ക്യാൻ ഡ്രോ, സാഡ് വിഷ്ടി. അപ്പോൾ വിഷ്ടി പറയുകയാണല്ലേ. വിഷ്ടി എന്താ പറയുന്നത്? എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ലെന്ന് പറയുകയാണല്ലേ. അപ്പം എന്താണ്? ഹെർ ടീച്ചേഴ്സ് സ്മൈൽ, ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. അപ്പം എന്താ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത്? ടീച്ചർ സ്മൈൽ ചെയ്യുകയാണല്ലേ, പുഞ്ചിരിച്ചു. ഹെർ ടീച്ചർ സ്മൈൽ. എന്നിട്ട് അവളോട് പറയുകയാണ്, ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു എന്ന് പറയുകയാണ്. എന്നിട്ട് അവളോട് പറയണം, അവളുടെ പേപ്പറിൽ ഒരു കുത്തിടാൻ വേണ്ടി പറയുകയാണല്ലേ. വഷ്ടി ഗ്രാബ്ഡ് മാർക്കർ ആൻഡ് ഗാവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. അപ്പോൾ വഷ്ടി എന്ത് ചെയ്യാണ്? അവൾ എന്ത് ചെയ്തു? വഷ്ടി ഗ്രാബ്ഡ് മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. അവൾ ഒരു മാർക്കർ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? അവളുടെ പേപ്പറിൽ എന്ത് ചെയ്തു? ഒരു കുത്ത് കിട്ടും അല്ലേ. Then fifth നോക്കൂ. Her teacher picked up the paper and studied carefully. She pushed the paper towards Vashti and quietly said, now say it. എന്താണ്? ടീച്ചർ പേപ്പർ എടുത്തിട്ട് നല്ലപോലെ നോക്കിയിട്ട് എന്നൊരു ശബ്ദം ഉണ്ടാക്കുകയാണ് അല്ലേ. എന്നിട്ട് പറയാണ്, she pushed the paper towards Vashti and quietly said, now say it. എന്താണ് പറയുന്നത്? വഷ്ടിക്ക് തിരിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, അതിലൊരു ഒപ്പ് വെക്കാൻ പറയുകയാണ് അല്ലേ. നൗ സൈൻ ഇറ്റ്, ഒരു ഒപ്പിടാൻ വേണ്ടി പറയുകയാണ്. അപ്പം എന്താ നോക്കൂ, നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത്? വഷ്ടി തോട്ട് ഫോർ എ മൊമെൻറ്റ്. വഷ്ടി ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ലേ. വെൽ മേ ബി ഐ ക്യാൻ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. അപ്പം എന്താണ്? വഷ്ടി അവൾ ചിന്തിക്കുകയാണല്ലേ. എന്ത് ചെയ്യാണ്? അവൾ താഴെ ഇങ്ങനെ എന്ത് ചെയ്യാണ്? വഷ്ടി തോട്ട് ഫോർ എ മൊമെൻറ്റ്, വെൽ മേ ബി ഐ കാൻ ഡ്രോ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? വരയ്ക്കാൻ കഴിയില്ല. ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ പേരിൽ ഒപ്പിടാൻ പറ്റും അല്ലേ. ഇൻ ദ നെക്സ്റ്റ് വീക്ക് വഷ്ടി വാക്ക്ഡ് ഇൻ ടു ദ ആർട്ട് ക്ലാസ്. നെക്സ്റ്റ് വീക്കിൽ എന്താണ്? വഷ്ടി ആർട്ട് ക്ലാസ്സിലേക്ക് നടന്നു പോവുകയാണ് അല്ലേ. ഷി വാസ് സർപ്രൈസ് ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് എബോവ് ഹെർ ടീച്ചേഴ്സ് ഡെസ്ക്. ടീച്ചറിൻ്റെ ഡെസ്കിൻ്റെ മുകളിലായിട്ട് അവൾ എന്ത് കാണുകയാണ്? വാട്ട് വാസ് ഷീ ഹാങ്ങിങ് ഓവർ ഹെർ ടീച്ചേഴ്സ് ഡെസ്ക്. ടീച്ചർ ഡെസ്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് തൂങ്ങിക്കിടക്കുന്നത് അവൾ കണ്ടിട്ട് അവൾ ആകെ അത്ഭുതപ്പെടുകയാണ് അല്ലേ. ടീച്ചറിൻ്റെ ഡെസ്കിൻ്റെ മുകളിൽ ഇതിൽ തൂക്കിയിരിക്കുന്ന ചിത്രം കണ്ടിട്ട് അവൾ എന്ത് ചെയ്തു? സർപ്രൈസ്ഡ് ആയല്ലേ. ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോ, ഹെർ ഡോട്ട് ഓൾ ഫ്രെയിംഡ് ഇൻ സ്വിയർലി ഗോൾഡ്. അപ്പം എന്തായിരുന്നു അത്? അത് അവളെ വരച്ചിട്ടുള്ള ഡോട്ടായിരുന്നു അല്ലേ. ഇവിടെ പിക്ചറിൽ നമുക്ക് കാണാനുണ്ടല്ലേ.
അതായത് ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ. അവൾ വരച്ചു കൊടുത്ത ഡോട്ടായിരുന്നു അത്. ഓൾ ഫ്രെയിംഡ് ഇൻ സ്വിയർലി ഗോൾഡ്. അതെങ്ങനെയായിരുന്നു? ഒരു ഗോൾഡൻ കളറുള്ള ഫ്രെയിമിൽ വരച്ചിരിക്കുകയാണ് അല്ലേ. Then how I can make a better dot than that? She opened her set of watercolors and set to work. അപ്പോൾ എന്താണ് അവൾ ഒരു സൗണ്ട് ഉണ്ടാക്കുകയാണല്ലേ. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. എന്താണ്? അതിലൊരു നല്ലൊരു ഡോട്ട് എനിക്ക് വരയ്ക്കാൻ കഴിയുമല്ലോ എന്ന് അവൾ ചിന്തിക്കുകയാണ് അല്ലേ. ഷീ ഓപ്പൺ ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. എന്നിട്ട് അവൾ എന്ത് ചെയ്യാണ്? വാട്ടർ കളറുടെ സെറ്റൊക്കെ തുറന്നിട്ട് അവൾ വർക്ക് സെറ്റ് ചെയ്യുകയാണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. വഷ്ടി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. വഷ്ടി എന്ത് ചെയ്യാണ്? പെയിൻറ്റിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. റെഡ് ഡോട്ട്, പർപ്പിൾ ഡോട്ട്, യെല്ലോ ഡോട്ട്, എ ബ്ലൂ ഡോട്ട്, ദ ബ്ലൂ മിക്സ്ഡ് വിത്ത് യെല്ലോ. അപ്പോൾ എങ്ങനെയാണ്? റെഡ് ഡോട്ട് ഉണ്ട്, റെഡ് ആയിട്ടുള്ള ഡോട്ട് ഉണ്ട്, അതുപോലെ തന്നെ പർപ്പിൾ ഡോട്ട് ഉണ്ട്. നോക്കിക്കേ, ചിത്രത്തിൽ നോക്കിക്കേ, പല നിറത്തിലുള്ളതുണ്ട് അല്ലേ. എ യെല്ലോ ഡോട്ട്, എ ബ്ലൂ ഡോട്ട്, ദ ബ്ലൂ മിക്സ്ഡ് വിത്ത് ദ യെല്ലോ. ബ്ലൂ എന്ത് ചെയ്തിട്ടുണ്ട്? യെല്ലോയുമായിട്ട് മിക്സായി പോയിട്ടുണ്ട് അല്ലേ. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. അവൾക്ക് മനസ്സിലാവണം എങ്ങനെ? അവനൊരു പച്ച പൊട്ട്, അതായത് ഒരു ഗ്രീൻ ഡോട്ടിനെ എങ്ങനെ ഉണ്ടാക്കാമെന്നല്ലേ. വഷ്ടി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ലോഡ്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്? പല പല ഡോട്ടൊക്കെ ഇട്ട് എന്തുകൊണ്ട് വലിയ ഡോട്ടുകൾ ഇട്ടുകൊണ്ടാന്ന് ചിന്തിക്കുകയാണ്. വഷ്ടി കെപ്റ്റ് എക്സ്പെരിമെൻറ്റ് ലോഡ്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. then അവൾ നോക്കൂ നെക്സ്റ്റ്. ഇഫ് ഐ ക്യാൻ മേക്ക് എ ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. അപ്പം ഞാനിങ്ങനെ ചെറിയ പൊട്ടുകളൊക്കെ ഇങ്ങനെ കുത്തുകളൊക്കെ ഇടുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് വലിയ ഡോട്ടുകൾ ഇട്ടുകൂടാന്ന് അവൾ ചിന്തിക്കുകയാണല്ലേ. വഷ്ടി സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ് വിത്ത് ബിഗ്ഗർ ബ്രഷ് ഓൺ എ ബിഗ്ഗർ പേപ്പർ ടു മേക്ക് ബിഗ്ഗർ ഡോട്ട്സ്. വഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? അവളൊരു വലിയ ഷീറ്റ് എടുത്തിട്ട് ഒരു വലിയ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ വലിയ ഡോട്ട് ഇടാൻ തുടങ്ങിയല്ലേ. പേപ്പർ ടു മേക്ക് ബിഗ്ഗർ ഡോട്ട്സ്. വഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. എന്താണ്? ഡോട്ട് ഇടാതെ തന്നെ അവൾ എന്ത് ചെയ്തു? ഒരു ഡോട്ട് ഉണ്ടാക്കിയല്ലേ അങ്ങനെ. Then at school art show a few weeks later, Vashti dots made a quite splash. അങ്ങനെ എന്താണ്? അറ്റ് ദ സ്കൂൾ ആർട്ട് ഷോയിൽ അല്ലെ, സ്കൂളിലെ ആർട്ട് ഷോയിൽ അവളുടെ ചിത്രം എന്തായിരുന്നു? ഒരു വലിയ ആകർഷണമായിരുന്നു അല്ലെ. ക്വൈറ്റ് സ്പ്ലാഷ് ആയിരുന്നു, വളരെയധികം ആകർഷണമായിരുന്നു. വഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹെർ. യു ആർ റിയലി ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അപ്പം എന്താണ്? ഒരു കുട്ടി അല്ലേ, ഒരു ലിറ്റിൽ ബോയ് നോക്കിക്കേ, ചിത്രത്തെ കാണാനുണ്ടല്ലേ. വഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹെർ. ഒരു ചെറിയ ആൺകുട്ടി എന്ത് ചെയ്യാണ്? അവളെ നിരീക്ഷിക്കുന്നതായിട്ട് അവൾ കാണുകയാണ് അല്ലേ. എന്നിട്ട് അവളോട് എന്താ പറയുന്നത്? യു ആർ റിയലി ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ്? ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ആർട്ടിസ്റ്റാണ്, ഒരു വലിയ കലാകാരിയാണെന്ന് പറയുകയാണ് അല്ലേ. ഐ വിഷ് ഐ കുഡ് ഡ്രോ ഷീ സാഡ്. അപ്പം ആ കുട്ടി എന്താ പറയുന്നത്? ഐ വിഷ് ഐ കുഡ് ഡ്രോ. എനിക്കും വരച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ് അല്ലേ. ഹീ സാഡ്. അവൻ പറഞ്ഞു. ഐ ബെറ്റ് യു ക്യാൻ സാഡ് വഷ്ടി. അപ്പൊ വഷ്ടി എന്താ പറയുന്നത്? വഷ്ടി പറയാണ് ഐ ബെറ്റ് യു ക്യാൻ സാഡ് വഷ്ടി. ഐ ബെറ്റ് യു ക്യാൻ, നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ബെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഐ ബെറ്റ് യു ക്യാൻ, നിനക്ക് ചെയ്യാൻ കഴിയും. സാഡ് വഷ്ടി. വഷ്ടി പറഞ്ഞു. മീ, എനിക്കോ? നോ, ഇല്ല. നോട്ട് ഐ, എനിക്ക് കഴിയില്ല എന്ന് ആൺകുട്ടി പറയാണ് അല്ലേ. ഐ കാൺ ഈവൻ ഡ്രോ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് എ റൂളർ. എന്താണ്? ഒരു റൂളർ ഉപയോഗിച്ച് പോലും ഒരു നേർവര വരയ്ക്കാൻ പോലും, ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ പോലും എനിക്ക് കഴിയില്ലെന്ന് അവൻ പറയുകയാണ് അല്ലേ. then 13 നോക്കാം. വഷ്ടി സ്മൈൽ. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. ഷോ മീ. ദ ബോയ് പെൻസിൽ ഷുക്ക് ആസ് ഹി ഡ്രൂ ഹിസ് ലൈൻ. അപ്പം എന്താണ്? വഷ്ടി സ്മൈൽഡ് അല്ലേ, വഷ്ടി പുഞ്ചിരിച്ചു. then she handed the boy a blank sheet of paper. അവൻ എന്ത് ചെയ്യാൻ? ഷീറ്റ് കൊടുത്തിട്ട് അതിൽ വരയ്ക്കാൻ പറയാണ് അല്ലെ. ഷോ മീ, എനിക്ക് കാണിച്ചു തരാൻ പറയാണ് അല്ലെ. the boy's pencil shook as he drew his line. അവന് വര വരയ്ക്കുമ്പോൾ അവൻ്റെ കൈകൾ എന്തായിരുന്നു? അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരുന്നിട്ട് പെൻസിൽ ഇങ്ങനെ ഷുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ. പെൻസിൽ അവൻ വരച്ചപ്പോൾ പെൻസിൽ അവൻ്റെ കയ്യിലിരുന്ന് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. then 14 നോക്കാം. വഷ്ടി stared at the boy's squiggle. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? അവൾ അവൻ്റെ വരഞ്ഞ അവളങ്ങനെ she shared at the boy's squiggle and then she said sign it. എന്നിട്ട് അവൾ അവരോട് എന്ത് പറയുകയാണ്? അവനോടൊരു സൈൻ ചെയ്യാൻ പറയുകയാണ് അല്ലെ. പേപ്പറിലൊരു സൈൻ ചെയ്യാൻ പറയുകയാണ്.
ഓക്കെ കൂട്ടുകാരെ, അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ സ്റ്റോറി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? യെസ്. ഇനി നോക്കൂ, ഗ്ലോസറി ഇവിടെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. then let's explore the story. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണല്ലേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ വാസ് വഷ്ടി സാഡ്? എന്തുകൊണ്ടാണ് വഷ്ടി ദുഃഖിതയായിരുന്നത്, അല്ലെ സാഡ് ആയിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് അല്ലെ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരുന്നു? യെസ്, വഷ്ടി വാസ് സാഡ് ബിക്കോസ് ഹർ ടീച്ചർ ഹാഡ് ആസ്ക്ഡ് ഹർ ടു ഡ്രോ എ പോളാർ ബെയർ. ബട്ട് ഷീ തോട്ട് ഷീ കുഡ് നോട്ട് ഡ്രോ എനിത്തിങ് ആൻഡ് ഷീ ഡിഡ് നോട്ട് ഡ്രോ. അവളുടെ ടീച്ചർ എന്താണ് അവളോടൊരു പോളാർ ബെയറിന്റെ പിക്ചർ വരയ്ക്കാനാണ് അല്ലെ പറഞ്ഞിരുന്നത്. പക്ഷെ എന്താണ്? ബട്ട് ഷീ തോട്ട് ഷീ കുഡ് നോട്ട് ഡ്രോ എനിത്തിങ് ആൻഡ് ഷീ ഡിഡ് നോട്ട് ഡ്രോ. അവൾ ചിന്തിക്കുകയാണ് അല്ലെ, അവൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല. അതാണ് അവളെ സാഡ് ആക്കി മാറ്റിയത് അല്ലേ. ഓക്കെ, അപ്പം ആൻസർ എന്താണ്? വഷ്ടി വാസ് സാഡ് ബിക്കോസ് ഹർ ടീച്ചർ ഹാഡ് ആസ്ക്ഡ് ഹർ ടു ഡ്രോ എ പോളാർ ബെയർ ബട്ട് ഷീ തോട്ട് ഷീ കുഡ് നോട്ട് ഡ്രോ എനിത്തിങ് ആൻഡ് ഷീ ഡിഡ് നോട്ട് ഡ്രോ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. What did the teacher ask Vashti do after she had drawn the picture of a dot? ഡോട്ട് വരച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ പിന്നെ വഷ്ടിയോട് എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്? എന്തായിരുന്നു? യെസ്, ടീച്ചർ ആസ്ക്ഡ് വഷ്ടി ടു സൈൻ ദ പേപ്പർ ആഫ്റ്റർ ഹാഡ് ഡ്രോൺ ദ പിക്ചർ ഓഫ് എ ഡോട്ട്. ഡോട്ട് വരച്ചതിന് ശേഷം അവളോട് ഒപ്പിടാനാണ് അല്ലേ ടീച്ചർ ആവശ്യപ്പെട്ടത്. യെസ്, അപ്പം ആൻസർ എന്താണ്? ദ ടീച്ചർ ആസ്ക്ഡ് വഷ്ടി ടു സൈൻ ദ പേപ്പർ ആഫ്റ്റർ ഷി ഹാഡ് ഡ്രോൺ ദ പിക്ചർ ഓഫ് എ ഡോട്ട്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് വഷ്ടീസ് ടീച്ചർ ഡു വിത്ത് ഹെർ പിക്ചർ? വഷ്ടി വരച്ച ചിത്രം കൊണ്ട് ടീച്ചർ എന്താണ് ചെയ്തത്? എന്താ ചെയ്തത്? യെസ്, വഷ്ടീസ് ടീച്ചർ ഗോട്ട് ദ her picture and framed in swirly golden hung it above her desk. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാണ്? ചിത്രം ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഫ്രെയിമിൽ തൻ്റെ ഡെസ്കിൻ്റെ മുകളിലുള്ള മതിലിങ്ങനെ തൂക്കിയിട്ടു അല്ലേ. അപ്പോൾ ടീച്ചർ എന്താ ചെയ്തത്? വഷ്ടീസ് ടീച്ചർ ഗോട്ട് ഹെർ പിക്ചർ ഫ്രെയിംഡ് ഇൻ swirly gold and hung it above her desk. ഓക്കെ, then നാലാമത്തെ ചോദ്യം. Why did Vashti think she could not make an even better dot? എന്താണ് ചോദ്യം? എന്തുകൊണ്ടാണ് വഷ്ടി ചിന്തിച്ചത് അല്ലെ തനിക്ക് ഇതിലും നല്ലൊരു ഡോട്ട് വരയ്ക്കാമെന്ന് ചിന്തിക്കാനുള്ള കാരണം എന്തായിരുന്നു? വഷ്ടി thought she could make an even better dot because when she saw her dot framed in swirly golden and hanging above the teacher's desk, her confidence increased അല്ലേ. അതായത് അവൾ വരച്ച ചെറിയ ഡോട്ട് എന്ത് ചെയ്യാണ് ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രെയിമിലാക്കി ഡെസ്കിന്റെ മുകളിൽ അതിൽ തൂക്കിയിട്ടിരുന്ന് കണ്ടപ്പോൾ അവളുടെ ആത്മവിശ്വാസം കൂടിയല്ലേ. അപ്പോൾ അവൾക്ക് തോന്നുകയാണ് അതിലും നല്ലൊരു ഡോട്ട് അവൾക്ക് വരയ്ക്കാൻ പറ്റുന്നല്ലേ. ഓക്കെ, അപ്പം ആൻസർ എന്താണ്? വഷ്ടി thought she could make an even better dot because when she saw her dot framed in swirly golden and hanging above the teacher's desk, her confidence increased. Then fifth question, Vashti asked the boy to sign his picture. Why? ലാസ്റ്റ് സ്റ്റോറിയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് അല്ലെ. എന്താണ് വഷ്ടി ആൺകുട്ടിയോട് എന്താ പറയുന്നത്? വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ. ആൺകുട്ടിയോട് അവൻ വരച്ചിന്റെ ലൈനിലടിയിലായിട്ട് ഒരു ഒപ്പിടാൻ വേണ്ടി വഷ്ടി ആവശ്യപ്പെടുകയാണ് അല്ലെ. എന്തുകൊണ്ട്? വൈ അങ്ങനെ അവള് പറയാനുള്ള കാരണം എന്താണ്? യെസ്, എന്താണ്? വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ദ പിക്ചർ ബിക്കോസ് ഷീ വുഡ് ഫ്രെയിം ദാറ്റ് പിക്ചർ ആൻഡ് ഹാങ് ഇറ്റ് ദ ക്ലാസ് റൂം ആസ് ദ ടീച്ചർ ഹാഡ് ഹങ് ഹെർ ഫ്രെയിംഡ് ഡോട്ട് അബോവ് ഹെർ ഡെസ്ക്. അപ്പോൾ വഷ്ടി എന്താണ്? ടീച്ചർ വഷ്ടി വരച്ച ഡോട്ട് എന്ത് ചെയ്തിരുന്നത്? സ്വർണ്ണ നിറമുള്ള ഫ്രെയിമിൽ തൻ്റെ ഡെസ്കിന് മുകളിൽ മതിൽ തൂക്കിയതുപോലെ വഷ്ടിയും അവൻ്റെ വര എന്ത് ചെയ്യും? ഫ്രെയിം ചെയ്ത് തൂക്കും അല്ലേ. ഓക്കെ, അപ്പം ആൻസർ എന്താണ്? വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ ബിക്കോസ് ഷീ വുഡ് ഫ്രെയിം ദ പിക്ചർ ആൻഡ് ഹാങ് ഇൻ ദ ക്ലാസ് റൂം ആസ് ദ ടീച്ചർ ഹാഡ് ഹാങ് ഹർ ഫ്രെയിംഡ് ഡോട്ട് അബോവ് ഹെർ ഡെസ്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ദ ബോയ് ഡു നെക്സ്റ്റ്? ഇനി ആൺകുട്ടി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അവൻ എന്ത് ചെയ്യും? ഹി വിൽ ഡ്രോ മോർ ലൈൻസ് ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ്, സൈസസ് ആൻഡ് കളേഴ്സ് ജസ്റ്റ് ലൈക്ക് വഷ്ടി ഹാഡ് ഡൺ ആഫ്റ്റർ ഹെർ ടീച്ചർ ഹാഡ് ഹങ് ഹെർ ഡോട്ട് അബോവ് ഹെർ ഡെസ്ക്. നമ്മുടെ വഷ്ടി ചെയ്തതുപോലെ അല്ലേ അവൻ എന്ത് ചെയ്യും? കൂടുതൽ വരകളൊക്കെ വരച്ച് പല ഷേപ്പുകളിലും നിറങ്ങളിലും സൈസിലും കളേഴ്സിലും ഒക്കെ എന്ത് ചെയ്യും? അവൻ വരയ്ക്കും അല്ലേ. അപ്പോൾ വഷ്ടി വരച്ച ഡോട്ടിന്റെ ചിത്രം ടീച്ചർ ഫ്രെയിം ചെയ്ത് നോക്കിയപ്പോൾ വഷ്ടി ചെയ്തതുപോലെ അവനും ചെയ്യും അല്ലേ. ടീച്ചർ ഹാങ് ഡോട്ട് അബൌട്ട് ഹെർ ഡെസ്ക്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് നിങ്ങളിതുപോലെ എഴുതുക. ഓക്കെ, ഇനി ആക്ടിവിറ്റി 1 നോക്കാം നമുക്ക്.
Some of the events of the story illustrated below develop the story based on the picture given. നമുക്ക് പരിചയമുള്ളൊരു സ്റ്റോറിയാണ് അല്ലേ, എലിയും സിംഹവും തമ്മിലുള്ള. നമുക്ക് അറിയാവുന്നൊരു സ്റ്റോറിയാണ്. കൂട്ടുകാർ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ സ്റ്റോറി നമുക്ക് എഴുതി നോക്കിയാലോ. ഫസ്റ്റ് പിക്ചർ നോക്കൂ. എ ലയൺ വാസ് സ്ലീപ്പിംഗ്. എ റാറ്റ് റാൻ ഓവർ ഇറ്റ് ആൻഡ് വോക്ക് ഇറ്റ് അപ്പ്. എന്ത് ചെയ്യാണ്, ഒരു സിംഹം കിടന്നുറങ്ങുമായിരുന്നു അല്ലേ. അപ്പോൾ ഒരു റാറ്റ് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഓവർ ഇറ്റ് ആൻഡ് വോക്ക് ഇറ്റ് അപ്പ്, അതിൻ്റെ പുറത്ത് കയറിയിട്ട് എന്ത് ചെയ്യാണ്, അതിനെ എഴുന്നേൽപ്പിക്കുകയാണ് അല്ലേ. ദ ലയൺ വാസ് ആംഗ്രി ആൻഡ് വാസ് ഗോയിങ് ടു കിൽ ദ റാറ്റ്. അപ്പൊ ലയൺ എന്ത് ചെയ്യണം, ആകെ ദേഷ്യം പിടിക്കുകയാണ് അല്ലെ. അപ്പൊ ദേഷ്യം പിടിച്ച ലയൺ എന്ത് ചെയ്യും, റാറ്റിനെ കൊല്ലാൻ വേണ്ടി നോക്കും അല്ലെ. ബട്ട് ദ റാറ്റ് ബെഗ് ടു സേവ് ഇറ്റ്സ് ലൈഫ്. പക്ഷേ റാറ്റ് എന്ത് ചെയ്യും, അവന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവനോട് യാചിക്കും അല്ലെ, ബെഗ് ചെയ്യും. Seeing the tears of the rat, the lion said he was excusing it but not repeat such mistake. അപ്പോൾ ഇത് കണ്ടുനോക്കുമ്പോൾ നമ്മുടെ റാറ്റിന്റെ കരച്ചിലൊക്കെ കണ്ടുനോക്കുമ്പോൾ ലയൺ എന്ത് ചെയ്യും, എക്സ്ക്യൂസ് ചെയ്യൽ, ക്ഷമിച്ചിട്ട് പറയും. ബട്ട് നോട്ട് റിപ്പീറ്റ് സച്ച് മിസ്റ്റേക്ക്. ഇപ്പോൾ ഇതുപോലുള്ള മിസ്റ്റേക്സ് ഒന്നും ഇനി ആവർത്തിക്കരുതെന്ന് പറയും അല്ലേ. ദ റാറ്റ് സെഡ് ഇറ്റ് വുഡ് റീപേ ഓഫ് ദിസ് കൈൻഡ്നെസ്. ദെൻ വൺ ഡേ ദ ലയൺ വാസ് കോട്ട് ഇൻ ദ നെറ്റ് ഓഫ് എ ഹണ്ടർ. ഒരു ദിവസം എന്ത് ചെയ്യാണ്, ഒരു ഹണ്ടറിൻ്റെ നെറ്റിൽ ആര് കുടുങ്ങുകയാണ്, ലയൺ കുടുങ്ങുകയാണ് അല്ലേ. ദ റാറ്റ് സോ ഇറ്റ്. അപ്പം അത് ആര് കണ്ടു, റാറ്റ് കണ്ടു. ഇറ്റ് വാണ്ടഡ് ടു റീപേ ദ ലയൺ ഓൺ ഫോർ ദ മേഴ്സി ഹാഡ് ഷോൺ ഏർലിയർ. The rat went out and cut with his sharp teeth and freed the lion. എന്ത് ചെയ്യണം, റാറ്റ അവിടേക്ക് ഓടി ചെന്നിട്ട് കട്ട് ചെയ്യണം അല്ലെ, നെറ്റ് കട്ട് ചെയ്യണം അല്ലെ, അവൻ്റെ ഷാർപ്പായിട്ടുള്ള ടീത്ത് ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ലയനെ ഫ്രീ ആക്കുകയാണ് അല്ലെ, സ്വതന്ത്രയാക്കുകയാണ്. ദ ലയൺ വാസ് സോ ഹാപ്പി ആൻഡ് ദേ ബിക്കേം ഫ്രണ്ട്സ്. അങ്ങനെ ലയൺ എന്താണ്, വളരെയധികം സന്തോഷത്തിലായി അല്ലെ. ആൻഡ് ദേ ബിക്കേം ഫ്രണ്ട്സ്. അങ്ങനെ അവരെന്തായി, ഫ്രണ്ട്സായി മാറി അല്ലേ. അപ്പോൾ അതെന്താണ്, ദാറ്റ് സ്റ്റോറി ടെൽ us that even things that we consider small and we can be of great value as times of need or danger അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ, ഈ സ്റ്റോറിയിൽ പിക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു പിക്ചർ സ്റ്റോറി അല്ലേ, ഒരു സ്റ്റോറി തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നില്ല ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.